ഫ്രണ്ട്സ്, ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒറ്റപ്പാലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്നുള്ളത് ഈ വീഡിയോ എടുക്കുന്ന ഇന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ രാവിലെ 7:20 മെമു പിടിച്ച് പാലക്കാട് നിന്നും ഒറ്റപ്പാലത്തേക്ക് വന്നിറങ്ങി. പാലക്കാട് നിന്നും മെമുവിൽ ഒറ്റപ്പാലത്തെത്താൻ 10 രൂപയാണ് ഒരാൾക്ക് ചാർജ്. ഒറ്റപ്പാലത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഒറ്റപ്പാലത്തെ ഒരു വീഡിയോ ആകട്ടെ എന്ന് തോന്നി. പിന്നീട് ഞാൻ കണ്ടത് ഈ ഒരു സ്കൂളാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു സ്കൂളും അതിൻ്റെ കോമ്പൗണ്ടും ഒക്കെ കണ്ടപ്പോൾ അതൊന്ന് ചിത്രീകരിക്കണം എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ആ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിച്ചു. അവധി ദിവസമാണ്, അതുകൊണ്ട് സ്കൂളിലെ തന്നെ കുറച്ച് അവധി ദിവസങ്ങളിലും വരുന്ന 1-2 സ്റ്റാഫുകളെ അവിടെ ഇവിടെയായിട്ട് കണ്ടു. അതല്ലാതെ വിജനമായിട്ടുള്ള ഒരു ഏരിയ, പക്ഷേ നല്ല സുന്ദരമായിട്ടുള്ള ഒരു സ്കൂളും അതിൻ്റെ കോമ്പൗണ്ടുകളും വളരെയേറെ മനസ്സിനെ ആകർഷിച്ചു. റോഡിൽ നിന്നും സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നടപ്പാതയുടെ ഇരുവശവും നല്ല പൂന്തോട്ടങ്ങൾ കൊണ്ട് ഭംഗിയാക്കിയിരിക്കുന്നു. മുൻപോട്ട് നടക്കുമ്പോഴും നമ്മൾക്ക് കാണാം അതിമനോഹരമായി വൃത്തിയാക്കി തന്നെ ഇരിക്കുന്ന ആ സ്കൂൾ കെട്ടിടം. 10 മണിക്ക് എനിക്ക് ഒരു വ്യക്തിയെ കാണാനുണ്ടായിരുന്നു ഒറ്റപ്പാലത്ത്. അതിനാണ് ഞാൻ രാവിലെ തന്നെ വന്നിരിക്കുന്നത്. പക്ഷേ ആ വ്യക്തി ഇനിയും ഉച്ചയ്ക്ക് ശേഷം 1 മണിക്ക് ശേഷമേ കാണാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എല്ലാം എടുത്ത് ഇങ്ങനെ ആ ഒരു സമയം എനിക്ക് കഴിക്കണം. ഇത് പ്രശസ്തമായിട്ടുള്ള LSN GHSS എന്ന് വെച്ചാൽ LSN ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഒറ്റപ്പാലത്തെ കാര്യവും കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ തിരിച്ച് പാലക്കാട് വീട്ടിലെത്താം എന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ വന്നത്. ഇനി അത് നടക്കില്ല. എനിക്കെന്തായാലും ഊണ് എവിടെയെങ്കിലും കഴിച്ചേ പറ്റൂ. അപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറാണ് എന്നോട് പറഞ്ഞത് ഇവിടെ അടുത്ത് തന്നെ ശ്രീലക്ഷ്മി എന്നൊരു ഹോട്ടലുണ്ട് എന്ന്. ഓട്ടോറിക്ഷയിൽ കുറച്ച് ദൂരമേയുള്ളൂ ഈ ഒരു ഹോട്ടലിലേക്ക് എത്താൻ. ശ്രീലക്ഷ്മി മെയിൻ റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലേക്കായാണ് ഈ ഒരു ഹോട്ടലുള്ളത്. കൊള്ളാവുന്ന നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ ശ്രീലക്ഷ്മിയെ പറ്റി അറിയാൻ കഴിഞ്ഞത്. ഉച്ചയ്ക്ക് 1 മണി ആയിരിക്കുന്നു. ഊണ് കഴിക്കാനുള്ള സമയമായതുകൊണ്ട് തന്നെ നല്ലൊരു തിരക്ക് റെസ്റ്റോറൻറ്റിൽ അനുഭവപ്പെടുന്നുണ്ട്. കുറേ പേർ വെയിറ്റ് ചെയ്ത് അവർ വന്നിരിക്കുന്നത് പാർസലോ മറ്റോ വാങ്ങിയിട്ട് പോകാനായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് അവർ ഫ്രണ്ട് സൈഡിലുള്ള ആ ഒരു സീറ്റുകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഞാനും എൻ്റെ കൂടെ എൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഒരു ഒഴിഞ്ഞ സീറ്റ് നോക്കി കുറേ നേരം കാത്തുനിന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു ടേബിൾ കിട്ടി. ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ഓർഡറും കൊടുത്ത് ഇരുന്നു. ആഹാരം വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഞാൻ അതിനു മുൻപായി തന്നെ അവിടെയെല്ലാം ഒന്ന് നടന്ന് എൻ്റെ ക്യാമറയിൽ അവിടുത്തെ ദൃശ്യങ്ങളെല്ലാം ഒന്ന് പകർത്തുകയാണ്. നല്ല വൃത്തിയുള്ള ഒരു റെസ്റ്റോറൻറ്റ് എന്ന് നമ്മൾക്ക് ഉറപ്പിച്ച് പറയാം ഈ ഒരു ഹോട്ടൽ ശ്രീലക്ഷ്മിയെ പറ്റി. ഉച്ചയൂണ് കഴിഞ്ഞാൽ 4 മണിക്ക് കഴിക്കേണ്ട ചായയുടെ കൂടെ കഴിക്കേണ്ട എണ്ണക്കടികളും മറ്റുള്ള ഇലയട മുതലായവയും എല്ലാം ഇവിടെ കാണാം. നല്ല വൃത്തിയുള്ള ഒരു കിച്ചണാണ്. അതേമാതിരി തന്നെ വാഷ് ഏരിയയിലേക്ക് പോയാലും നല്ല വൃത്തിയുള്ള ഒരു അനുഭവമാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത്. ഡൈനിങ്ങിനുള്ള ഏരിയയും ഉള്ളിലും വെളിയിലും അതേമാതിരി ഒരു AC ഹാളും എല്ലാം തന്നെ അങ്ങനെയൊക്കെ ആയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വെളിയിലിരുന്നും ഭക്ഷണം കഴിക്കാം. അങ്ങനെയും ഒരുപാട് പേർ വെളിയിലിരുന്ന് ഭക്ഷണം ആസ്വദിക്കുന്നുണ്ട്. അതിനടുത്തായി തന്നെ പാർസലിനുള്ള ഒരു ഏരിയയും. പാർസൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്നും ഓർഡർ ചെയ്ത് വാങ്ങിയിട്ട് പോകാവുന്നതാണ്. അപ്പോഴേക്കും നമ്മളുടെ ഇലയെല്ലാം ഇട്ട് കഴിഞ്ഞു. അതിലേക്ക് ഓരോ തരം കറികൾ, മാങ്ങ, അതേമാതിരി തന്നെ തോരൻ, അവിയൽ, പിന്നെ ഒരു മുരിങ്ങക്കായ കൊണ്ടുള്ള ഒരു കറി. ഇതെല്ലാം വളരെ രുചികരമാണ് എന്നുള്ളത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി ചോറും അതിലേക്ക് സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾക്കിതിൻ്റെ രുചി ഒന്ന് ആസ്വദിച്ച് നോക്കാം. അപ്പോഴേക്കും പപ്പടവും വന്നു. ഇനി ഇതിൻ്റെ കൂടെ നല്ല കട്ട തൈര് കൂടെ നമ്മൾക്ക് കിട്ടും. പായസം ഉണ്ട്. പക്ഷേ പായസം വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. നമ്മൾ എന്തായാലും പായസം വാങ്ങിയില്ല. ഈ ഒരു സാമ്പാറും അതിൻ്റെ കൂടെ ഈ ഒരു സൈഡിലെ കറികളും എല്ലാം കൂടെ നല്ല അടിപൊളി ഒരു ഊണായിരുന്നു. ഊണ് മാത്രമില്ല, ഇവിടെ ഇതാ ലൈവായിട്ട് നമ്മൾക്ക് പൊറോട്ട അടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പൊറോട്ടയും ഇവിടെ കിട്ടും. ഇതൊരു പാർസൽ ഏരിയ കൂടെയാണ്. പാർസലിനുള്ള ഓർഡർ കൊടുത്തവരുടെ ബാഗുകളാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ നല്ല ഒരു വൃത്തിയും വെടുപ്പുമുള്ള രുചികരമായിട്ടുള്ള ഭക്ഷണം കിട്ടുന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും. ഇനി നിങ്ങൾ ഒറ്റപ്പാലത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു വെജിറ്റേറിയൻ ഊണാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ, വെജിറ്റേറിയൻ ഭക്ഷണമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കയറി ചെല്ലാം ഈ ഒരു ഹോട്ടലിലേക്ക്.
അത്രയും രുചികരമായിട്ടുള്ള ഭക്ഷണമാണ്, അത്രയും വളരെ ഹൈജീനിക്കായിട്ടുള്ള ഒരു ഹോട്ടലാണ്. പായസമില്ലാതെയുള്ള ഈ ഒരു ഊണിന് ഇവർ ചാർജ് ചെയ്യുന്നത് 120 രൂപയോ എന്തോ ആണ്. നമ്മളങ്ങനെ നമ്മളുടെ ഒറ്റപ്പാലത്തെ ആ ഒരു പരിപാടികളും കാണേണ്ട ആളുകളെയും ഒക്കെ കണ്ട് വൈകുന്നേരം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എത്തിയിരിക്കുകയാണ്. തിരിച്ച് പാലക്കാട്ടേക്ക് പോകാൻ 4:10 കോയമ്പത്തൂരിലേക്ക് പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ് നമ്മൾക്ക് ഇനി ഉള്ളത്. അത് 4:10 ആകുമ്പോഴേക്കും വരും. അതുവരെ നമ്മൾ ഈ ഒരു സ്റ്റേഷനും പരിസരവും എല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് സമയം കളയും. അത് കഴിഞ്ഞാൽ വണ്ടി വന്നാൽ അതിൽ കയറി പാലക്കാട്ടിലേക്ക്. ഒറ്റപ്പാലത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു പ്രധാന കാര്യം, ഒരു കാലത്ത് മലയാള സിനിമ ഏറ്റവും കൂടുതൽ അവരുടെ ഷൂട്ടിങ്ങും എല്ലാം കേന്ദ്രീകരിച്ചിരുന്നത് ഈ ഒരു പാലക്കാട്ടിലെ ഒറ്റപ്പാലം എന്നുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ സിനിമാക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് നമ്മൾക്ക് ഒറ്റപ്പാലത്തെ വിശേഷിപ്പിക്കാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളൊരു നല്ലൊരു ഹോട്ടലിനെയും നല്ലൊരു സ്കൂളിനെയൊക്കെ പരിചയപ്പെടുത്തുക, ഒറ്റപ്പാലത്തിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതൊക്കെ ആയിരുന്നു. നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, എൻജോയ്.